Hello friends, this is Suleiman here and welcome to a new video. So ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് മൊബൈൽ ഫോൺ റേഡിയേഷനിൽ നിന്ന് എങ്ങനെ നിങ്ങൾക്ക് സ്വയം രക്ഷിക്കാം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത്. സോ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക. സോ നമുക്ക് ഒട്ടും ടൈം വേസ്റ്റ് ചെയ്യാതെ വീഡിയോയിലേക്ക് പോകാം. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ജർമ്മൻ ഫെഡറൽ ഓഫീസ് ഫോർ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ ഏറ്റവും കൂടുതൽ റേഡിയേഷൻ പുറത്തുവിടുന്ന ഫോണ് ലിസ്റ്റ് പുറത്തുവിട്ടിരുന്നു. അപ്പോൾ നമ്മളെല്ലാവരും ഫോൺ യൂസ് ചെയ്യുന്നവരാണ്. ഇപ്പോൾ ഫോണില്ലാത്ത കാര്യം ചിന്തിക്കാൻ പോലും ഇപ്പോൾ ആർക്കും വയ്യ. എന്നാൽ റേഡിയേഷനിൽ നിന്ന് രക്ഷ നേടാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഒന്നാമത് നിങ്ങൾ മാക്സിമം ഹെഡ്ഫോൺ യൂസ് ചെയ്യാൻ വേണ്ടി നോക്കുക. കാരണം നമ്മൾ കൂടുതൽ സമയം കോൾ ചെയ്യുമ്പോൾ നമ്മുടെ ബ്രെയിൻ ആക്ടിവിറ്റീസിനെ എഫക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. രണ്ടാമത് നിങ്ങളുടെ ഫോണിന് ആൻറ്റി റേഡിയേഷൻ കേസ് യൂസ് ചെയ്യാൻ വേണ്ടി നോക്കുക. മൂന്നാമത് നമ്മുടെ പോക്കറ്റിൽ ഫോണ് വെക്കുന്നത് മാക്സിമം ഒഴിവാക്കാൻ വേണ്ടി നോക്കുക. വല്ല ബാഗിലോ അല്ല കയ്യിലോ ഹോൾഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നാലാമത് വീക്ക് സിഗ്നൽ ഏരിയയുടെ അടുത്ത് നിന്ന് കോൾ ചെയ്യാതിരിക്കുക. കാരണം ഈ വീക്ക് സിഗ്നൽ എടുക്കുന്നത് നമ്മുടെ സിഗ്നൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് റേഡിയേഷൻ പുറത്ത് വിടുന്നതായിരിക്കും. അപ്പം വീക്ക് സിഗ്നൽ ഏരിയ എടുക്കുന്ന മാക്സിമം കോള് ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കുക. സോ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റേഡിയേഷനിൽ നിന്ന് സ്വയം രക്ഷ നേടാൻ കഴിയുന്നതാണ്. സോ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ എൻ്റെ ചാനൽ പുതിയൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ആ ബെല്ലൈക്കണും എനേബിൾ ചെയ്ത് വെക്കുക. എന്നാൽ മാത്രമേ ഇതുപോലുള്ള നല്ല വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. സോ ദിസ് ഈസ് സുലൈമാൻ സൈനിങ് ഓഫ്. Stay connected, keep updated. Bye.